അനേകർ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പണത്തിന് ഞെരുക്കമുണ്ട്, കടബാധ്യതകളുണ്ട്, രോഗങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, ഒരുപക്ഷെ ഭർത്താവിന്റെ മദ്യപാനം. ഈ പ്രശ്നങ്ങളെല്ലാം കാണുമ്പോൾ ചില മനുഷ്യർ ചിന്തിക്കും, ഇതൊന്നും മാറാൻ പോകുന്നില്ല. അവർ നിരാശപ്പെട്ടു പോകുന്നു. എന്തിന്? ചിലർ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ. മരണത്തോടുകൂടി എല്ലാം തീരുമെന്ന് പാവങ്ങൾ ചിന്തിക്കുന്നു. തീരുകയല്ലോ. നമുക്ക് ദൈവം തന്ന ഈ ആത്മാവിനെ നാം ഒരിക്കലും നശിപ്പിക്കരുത്. ആ ആത്മഹത്യ ചിന്ത പോലും തരുന്നത് ദൈവികമല്ല, അത് വലിയൊരു ദുരാത്മാവിന്റെ ചിന്താഗതിയാണ്. കർത്താവ് വന്ന് നമ്മെ സഹായിക്കാനാണ് പ്രിയരെ. നമ്മൾ പാപികളാണെന്ന് പറഞ്ഞ് നമ്മെ നിത്യനരകത്തിലേക്ക് തള്ളിവിടാനല്ല നമ്മുടെ കർത്താവ് വന്നത്. സ്നേഹനിധിയായ യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. അതേ മകനെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. മകളെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നെ ആരും കരുതുന്നില്ല, ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം. ഇങ്ങനെ അനേകം സ്വകാര്യ ദുഃഖങ്ങൾ മനസ്സിലേറിക്കൊണ്ട് ഭാരങ്ങളും സങ്കടങ്ങളുമായി കഴിയുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വേദന കാണുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ ദുഃഖമറിയുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ ദുഃഖം അറിയുക മാത്രമല്ല, നിങ്ങളുടെ വേദനകൾക്ക് പരിഹാരം തരുന്ന ഒരു യേശുവുണ്ട്.